ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വൺ ഡേ ട്രിപ്പായിട്ട് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലേക്ക്. നിങ്ങൾക്ക് ഈ ഇൻട്രോ കാണുമ്പോൾ തന്നെ അറിയാം എങ്ങോട്ടേക്കാണ് ഞാൻ പോയതെന്നൊക്കെ. നമ്മുടെ 5 സ്ഥലത്തേക്കായിരുന്നു ഇന്ന് പോയിരുന്നത്. അടവയാർ ഡാം, മേക്കര ഗ്രാമം, കാശി വിശ്വനാഥ ടെമ്പിൾ, അന്യംപാറ, പിന്നെ അതേപോലെ നമ്മുടെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നു. രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഒരു പൊറോട്ടയും മുട്ടയൊക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിരുന്നത്. ഈ ഒരു എസ്വളവും അതുപോലെ തന്നെ തമിഴ്നാടിനെ കാണാൻ പറ്റുന്ന കേരളത്തിൽ നിന്നുള്ള ഏക ഒരു ബോർഡറാണ്. നമ്മുടെ യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യം പോയത് സുന്ദരവാണ്ടിപുരത്തേക്കായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു സൂര്യകാന്തി പൂത്തിരിക്കുന്നത് കാണാനായിട്ട് പോയത് തന്നെ. കാരണം നമ്മൾ ഇതിനു മുമ്പ് പോകാനുള്ള സാഹചര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഒരുപാടെടുത്ത് ഇതേപോലെ തന്നെ സുന്ദരവാണ്ടിപുരത്ത് സൂര്യകാന്തി പാടങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് പലയിടത്തായിട്ട് പോയി കാണാം. പക്ഷേ ആൾക്കാർ പൊതുവേ കാണാൻ പോകുന്നത് സുന്ദരവാണ്ടിപുരം ജംഗ്ഷനോ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്. നമ്മളീ പോയ സ്ഥലം അതിന് തൊട്ട് മുമ്പുള്ളൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ അതുകൊണ്ട് അധികം ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞായറാഴ്ചയായിട്ട് പോലും. അവിടെ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റി. ഇവിടെയാണ് പൊതുവേ ആൾക്കാരെല്ലാം വരുന്നത്. പൊതുവേ ഇവർ ഇത് കൃഷി ചെയ്യുന്നത് ഇതേപോലെ ആൾക്കാർക്ക് വന്ന് കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക എന്നുള്ള ഒരു ഐഡിയയിലാണ്. അല്ലാതെ കൃഷി ചെയ്തിട്ട് അവർക്ക് വലിയ ആദായങ്ങളോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെന്നാണ് നമ്മൾ തിരക്കിയപ്പോൾ അറിഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഫീസുണ്ട്. 50 രൂപ ഒരാൾക്ക് 25 സംതിങ് എങ്ങാണ്ടാണ്. ഞങ്ങൾ 2 പേരും വേണ്ട 50 രൂപയായി. പിന്നെ അതേപോലെ തന്നെ കൗണ്ടറോ കാര്യങ്ങളൊന്നുമില്ല. അവിടെയുള്ള ഒരാളുടെ കൊടുത്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് പിന്നെ അന്യംപാറ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു, നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോയ വഴിക്കാണ് നമ്മൾ ഒരു തോടാണോ ഇത് ആറാണോ എന്തോന്ന് അറിയത്തില്ല, ഇഷ്ടം പോലെ വെള്ളവും അതുപോലെ തന്നെ ഒഴുക്കും നല്ല കാറ്റുമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. ഫൈനലി നമ്മളങ്ങനെ കുറേ ദൂരം ഓടി അന്യംപാറയിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് നടന്മാരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആ ഒരു പാറയിൽ പെയിൻറ്റിൽ കൊത്തി ഒരു ചിത്രം രീതിയിൽ വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് അന്യംപാറയിൽ കാണാനുള്ളത്. അതുമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല കിടിലൻ വ്യൂ ആണ്, നെൽപ്പാടങ്ങളുടെ ആ ഒരു വ്യൂ. അന്യംപാറ കാണുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിന് ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യൂ ആയിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. നമുക്ക് അവിടെ ഇരുന്ന് അത് കണ്ട് ആസ്വദിക്കാനും താഴെ ആൾക്കാർ കൃഷി ചെയ്യുന്നതൊക്കെ കാണാനൊക്കെ. നല്ല വെയിലായതുകൊണ്ട് നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ നൊങ്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 നൊങ്കൊക്കെ മേടിച്ച് കുടിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ പോയത് കാശി വിശ്വനാഥ ടെമ്പിളിലേക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു അമ്പലത്തിലും പോയിരുന്നത്. പൊതുവേ നമുക്ക് അമ്പലങ്ങളുടെ അകമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ അമ്പലത്തിൽ നമുക്ക് അകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പുറത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനൊക്കെ പോയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷമായിരുന്നു നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കര ഗ്രാമവും പിന്നെ അതേപോലെ തന്നെ അടവിയാർ ഡാമും കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോരുന്നത്. മേക്കര ഗ്രാമവും സൂപ്പറാണ്. ഇതേപോലെ തന്നെ ഫുൾ നെൽപ്പാടം കൊണ്ട് ചുറ്റിയ ഒരു ഗ്രാമമാണ്. അടിപൊളിയാണ് അവിടെ കാണാൻ. അതുപോലെ തന്നെ നല്ല കാറ്റുമാണ്. ആൾക്കാർ ഡാമിലോട്ട് പോകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. കാരണം ഡാമിൽ മിക്കുള്ള എല്ലാവരും അതിൻ്റെ സൈഡിൽ കൂടി ഒരു തോട് പോലെ സംഭവമുണ്ട്, അവിടെ കുളിക്കാനാണ് പൊതുവെ എല്ലാവരും പോകുന്നത്. അപ്പം ഈ കാഴ്ച കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വരുന്നത്. അടവിയാർ ഡാം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മറ്റേ ഡാമിൻ്റെ മുകളിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു വീഡിയോ ഒക്കെ ട്രെൻഡിങ് ആയില്ലായിരുന്നു. ആ ഡാമായിരുന്നു. ഇതാണ് ആ ഡാം. ഇപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് പോകാം. ഒരു ദിവസം കൊണ്ട് കണ്ട് തീർത്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.